ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏത്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കൂടുതൽ ജൂതന്മാർ ഉള്ള രാഷ്ട്രം ഏത്? ഉത്തരം ഇസ്രായേൽ. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം മലബാറിൻ്റെ പൂന്തോട്ടം. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ഉത്തരം രാജാ രവിവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ഉത്തരം ബോംബെ സമാചർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആദ്യകാലത്ത് ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്ന ഏതു കലാരൂപമാണ് സതീർ എന്ന് അറിയപ്പെട്ടത്? ഉത്തരം ഭാരതനാട്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം ചെമ്മീൻ. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ആനമുടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ഉത്തരം ഇലക്ട്രിക് ഫാൻ. 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിൽ? 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ശിപ്പായി ലഹള. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമായിട്ടാണ് അറിയപ്പെടുന്നത്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമായിട്ടാണ് അറിയപ്പെടുന്നത്? ഉത്തരം നിയമവകാശം. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ഉത്തരം അരുന്ധതി റോയ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കാവേരി. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം ആക്കുളം. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം പാറശാല.
കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് ഉള്ളത്? ഉത്തരം തിരുവനന്തപുരം. മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട ജില്ല ഏത്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എവിടെയാണ് വന്നത്? 1984 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ വന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എന്ന്? 2011 ബാംഗ്ലൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം വരയാട്. കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്ന്? 1891 ജനുവരി 1. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം C.V. രാമൻപിള്ള. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ മൗലിക കണങ്ങൾ ഏവ? ഉത്തരം പ്രോട്ടോണും ന്യൂട്രോണും. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് എന്ത്? ഉത്തരം ഐസോട്ടോപ്പ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം പ്രോട്ടോൺ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെ? ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് എവിടെ? ഉത്തരം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ്. കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം മുംബൈ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് എവിടെയാണ്? ഉത്തരം ഓമന കുഞ്ഞമ്മ. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് ആര്? സത്യം സൗന്ദര്യവുമാണ്, സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം കീറ്റസ്. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് കീറ്റസ്. മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത്? മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത്? ഉത്തരം ഏറനാട്. സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? ഉത്തരം കിവി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത്? ജീവന്റെ നദി എന്നറിയപ്പെടുന്നത്? ഉത്തരം രക്തം. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത്? ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത്?
ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത്? ഉത്തരം സിക്കിം. സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര്? സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര്? ഉത്തരം ഷാജഹാൻ. സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ജമ്മു കാശ്മീർ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം മാങ്കുളം. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത്? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത്? ഉത്തരം ന്യൂസിലാൻഡ്. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? ഉത്തരം റോഡ് അയേൺ. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? ഉത്തരം കോയമ്പത്തൂർ. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്? ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്? ഉത്തരം ഇന്ത്യ. ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? ഉത്തരം മഹാകവി ടാഗോർ. ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത്? ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത്? ഉത്തരം വത്തിക്കാൻ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത്? ഉത്തരം കേരളം. ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഏത്? ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഏത്? ഉത്തരം കാൺപൂർ. ഹോഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഹോഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം കാവേരി. ഹോഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം കാവേരി. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത്? 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത്? ഉത്തരം ആന. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? ഉത്തരം കൊച്ചി. നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ന്യൂഡൽഹി. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഉത്തരം ഭോപ്പാൽ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്ത്? നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഭൂമി. നീലഗിരി ഏതിൻ്റെ ഭാഗമാണ്? നീലഗിരി ഏതിൻ്റെ ഭാഗമാണ്? ഉത്തരം പശ്ചിമഘട്ടം. നീണ്ടക്കര ഫിഷിംഗ് ഹാർബർ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നീണ്ടക്കര ഫിഷിംഗ് ഹാർബർ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തരം കൊല്ലം. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? ഉത്തരം ജഹാംഗീർ. നൂർജഹാൻ എന്ന വാക്കിനർത്ഥം എന്ത്? നൂർജഹാൻ എന്ന വാക്കിനർത്ഥം എന്ത്? ഉത്തരം ലോകത്തിൻ്റെ പ്രകാശം. പച്ച ഇല ചുവപ്പു പ്രകാശത്തിൽ എന്തു നിറത്തിൽ കാണപ്പെടും? പച്ച ഇല ചുവപ്പു പ്രകാശത്തിൽ എന്തു നിറത്തിൽ കാണപ്പെടും? ഉത്തരം കറുപ്പ്. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് ഏത്? പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് ഏത്? ഉത്തരം സത്ലജ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആര്? പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്ന്? പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഫെബ്രുവരി 19. പമ്പയുടെ പതനസ്ഥാനം എവിടെ? പമ്പയുടെ പതനസ്ഥാനം എവിടെ? ഉത്തരം വേമ്പനാട്ടുകായൽ. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് എന്ത്? പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് എന്ത്? ഉത്തരം ഏലക്കായ. പാമ്പുകളുടെ രാജാവ് ആര്? പാമ്പുകളുടെ രാജാവ് ആര്? ഉത്തരം രാജവെമ്പാല. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഉത്തരം ലോകസഭാ സ്പീക്കർ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ബ്രിട്ടൻ. പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏത്? പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1962. പാറ്റ്ന നഗരം സ്ഥാപിച്ചത് ആര്? പാറ്റ്ന നഗരം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഷേർഷാ. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആര്? പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആര്? ഉത്തരം ഹൈദരലി. പാണ്ഡ്യയുടെ ജന്മദേശം എവിടെ? പാണ്ഡ്യയുടെ ജന്മദേശം എവിടെ? ഉത്തരം ചൈന. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്? പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്? ഉത്തരം ജീനുകൾ. പല വംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ഏത്? പല വംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ഏത്? ഉത്തരം ബുദ്ധമതം. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? ഉത്തരം പൂനെ. ഫിനോഫ്തലിൻ ആസിഡിലുള്ള നിറം ഏത്? ഫിനോഫ്തലിൻ ആസിഡിലുള്ള നിറം ഏത്? ഉത്തരം നിറമില്ല. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി ആര്? പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏവ? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏവ? ഉത്തരം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ.
പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ന്യൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏതു സംസ്ഥാനത്താണ്? ന്യൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ആസാം.